ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡും പഴവും ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതിരുചികരമായിട്ടുള്ളൊരു സ്നാക്കാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നേന്ത്രപ്പഴം തന്നെ എടുക്കണേ, ചെറുപഴം ഒന്നും എടുക്കരുത്. ഇനി പഴം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വെറൈറ്റി സ്നാക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ, സൂപ്പർ ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇത് പഴം ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലോട്ട് 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 തവി വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ വേണ്ടി എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 തവി പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലപോലെ തിക്കായിട്ടിരിക്കണം, ലൂസായി പോകരുത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പോവും. ഇപ്പോഴത്തെ ബ്രെഡെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഓരോ ബ്രെഡ് പീസായിട്ട് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതിലൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കോട്ട് ചെയ്തിട്ടെടുക്കുക, അല്ലെങ്കിൽ ബ്രെഡ് പൊടിഞ്ഞ് വീണുപോവും. ബ്രെഡ് പീസിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മാവ് പിടിക്കുന്ന വിധം വേണം കോട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ടിത് നല്ലപോലെ തിളച്ചിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് ഒരുപാട് സമയം എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്, അപ്പോൾ എണ്ണ നന്നായിട്ട് കുടിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പുറമേയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. ആ ഒരു ഭാഗം ആവും വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മുടെ സ്നാക്കിൻ്റെ 2 ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് മൊരിഞ്ഞ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള ബ്രെഡ് ബനാന ഫ്രൈ റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പഴത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ബ്രെഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടില്ല വെറൈറ്റി ആയിട്ടില്ല ബ്രെഡ് ബനാന ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.